അപ്പം ഒരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് ഇതാരാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ സുബീഷേട്ടൻ്റെ ഫ്രണ്ടാ, സുചേട്ടനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിട്ട് വിളിച്ചാണ്. അപ്പൊ ഇങ്ങോട്ട് ആ മെസ്സേജ് കണ്ടപ്പോ രേണുവിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും അല്ലേ? ഭയങ്കരമായിട്ടും അങ്ങനെ ലഡ്ഡു പൊട്ടി ആ സമയത്ത്. ഏവിയേഷൻ എങ്ങാണ്ട് പഠിച്ചോണ്ടിരിക്കും. ഭയങ്കര സന്തോഷം. ആഹാ കൊള്ളാലോ. അപ്പം ഞാൻ സുചേട്ടനെ ഇങ്ങനെ പരിചയപ്പെട്ട് കുറച്ച് 2-3 ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് മിണ്ടി ഹായ് ഹലോ അതൊക്കെ പറഞ്ഞ് എന്താ മോളുടെ പേര്, എന്ത് പഠിക്കുന്നു. അപ്പം ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു DP-യിൽ ആരാന്ന് ചോദിച്ചു. അപ്പം മോനെന്ന് കുഞ്ഞ് അവന് 11 വയസ്സുള്ളൂ, 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പം അവന് ഞങ്ങളെക്കാളും ഡബിൾ ആയി, വണ്ണവും പൊക്കമൊക്കെ വെച്ചിട്ട്. അന്ന് കുഞ്ഞതായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഇത് ആരാന്ന് ചോദിച്ചു. പറഞ്ഞു ഇതെൻ്റെ മോനാ, കിച്ചു എന്നാ പേര്. അപ്പം ഞാൻ അപ്പം മോനെ അമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എന്തോ വിഷമം പോലെ, ഞാൻ എന്താ അമ്മയില്ലേ പറഞ്ഞു. 1.5 വയസ്സുള്ളപ്പം മോനെ ഇട്ടിട്ട് വേറെ കല്യാണം കഴിച്ച പോലെ എന്നെ മോനെ ഇട്ടിട്ട് പോയതാണ്. അപ്പം ആൾ ഇല്ലയെന്ന് പറഞ്ഞു. ആൾ വേറെ ഫാമിലി ആയിട്ട് ജീവിക്കുന്നത്, ഞാനും മോനും ഒറ്റയ്ക്കാന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമം. പിന്നെ മോൻ്റെ കാര്യം ചോദിക്കുന്നു, ഇങ്ങനെ ചോദിച്ചത് ഭയങ്കര എന്തോ ഒരു ഫ്രണ്ട്ലി ആയിപ്പോയി. അപ്പം സുചേട്ടൻ ഇടയ്ക്ക് മിണ്ടുന്നു, വിളിക്കുന്നു, സംസാരിക്കുന്നു, ഞാനും വിളിക്കുന്നു, എന്തെടുക്കുക, ഫുഡ് കഴിച്ചോ. മോനുണ്ട്, എവിടെ ഷൂട്ടിനും പ്രോഗ്രാമിന് പോയാലും മോനെയും കൊണ്ടാണ് പോകുന്നത്. അതെല്ലാം പല പ്രോഗ്രാമിലും ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഷോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം എപ്പോഴും മോനുണ്ട്, അവനും സംസാരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു ദിവസം എന്നെ മോനെ കാണാൻ വരുമോ. അപ്പം ഞാൻ മോനോട് പറയട്ടെ, എനിക്ക് മോളെ ഇഷ്ടപ്പെട്ട്, ഞാൻ മോനോട് പറയട്ടെ ഇത് നിൻ്റെ അമ്മയാന്ന് പറഞ്ഞാൽ ഞങ്ങളെ നോക്കുമെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ വായിൽ വീട്ടുകാരെ ആരെയും എനിക്കൊന്നും തോന്നി. ഞാനിപ്പോൾ എൻ്റെ വായിൽ വന്ന വാക്കാം, ഞാൻ മരണം വരെ നോക്കും സുചേട്ടാ. എൻ്റെ മരണം വരെ ഞാൻ സുചേട്ടനെ നോക്കും, മോനെ നോക്കും എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ ഒരു ദിവസം കാണാൻ വരാം. അങ്ങനെ ഞാൻ 2 പേരെ ഒരുമിച്ച് കാണാൻ പോയി. അതായത് ശ്വാസിൽ വെച്ചിട്ട്, ശ്വാസം എന്ന് പറയുന്ന എറണാകുളത്ത് വൈറ്റിലയിൽ അവിടെ ചെന്ന് കണ്ട് 2 പേരെയും കണ്ടപ്പോൾ തന്നെ മോൻ പറഞ്ഞു അയ്യോ ഈ അമ്മ ഇതാണ് അച്ഛൻ പറഞ്ഞ അമ്മ, ഈ അമ്മ കുഞ്ഞമ്മയാണല്ലോ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് അമ്മയായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം മോൻ പറഞ്ഞിട്ടാണ് സുചേട്ടനോട് ചോദിച്ചാൽ മോനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ അമ്മേനെ. എനിക്ക് ഇവളെ ഇഷ്ടമാണ്, നമുക്കെന്നാ അമ്മേനെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ, മോന് സമ്മതമാണോ. അപ്പം അവൻ കിച്ചു പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടു ഈ അമ്മേനെ നമുക്ക് എടുക്കാം അച്ഛാ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ്. അപ്പൊ അത് രേണുവിന്റെ വീട്ടിൽ അവതരിപ്പിച്ചപ്പോ രേണുവിന്റെ അച്ഛനും അമ്മയ്ക്കും 5-8 മാസം കഴിഞ്ഞിട്ടാണ് അത് ആ ബന്ധമെങ്കിലും ഇവരെ കാണാൻ പോകുന്ന പറഞ്ഞാൽ. ഇപ്പൊ ഇവരുടെ വിചാരം ഞാൻ എറണാകുളത്ത് ഹോസ്റ്റലിൽ നിന്നായിരുന്നു പണ്ട്, ഒരു ജോലിയായിട്ട് പണ്ടൊരു നമ്മള് കസ്റ്റമർ കെയറിൽ. അപ്പം അങ്ങനെ അവിടെ പോകുന്നെന്ന് ഓർത്തിട്ടാണ് ഇവരോട് കള്ളം പറഞ്ഞിട്ട് ഞാൻ പോവായിരുന്നു ഇവരെ കാണാൻ, അച്ഛനെ മോനെ കാണാൻ. 7-8 മാസം കഴിഞ്ഞു, താലിയും കെട്ടി. താലി തന്നെ മിന്ന് അവിടെ വെച്ച് കുറച്ച് ഇല്ലില്ല, അന്ന് ചുമ്മാ ഇങ്ങനെ അമ്പലത്തിൽ പൂജിച്ച് നമ്മൾ താലി കെട്ടും. വീട്ടിൽ വന്നപ്പോ തന്നെ ചേച്ചി വന്ന് വീട്ടിൽ വന്ന സമയം എന്നെ പിടിച്ച് ഈ താലി പിടിച്ചു. അമ്മ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. അമ്മ ശ്രദ്ധിച്ചു. ഞാൻ പെട്ടെന്ന് അങ്ങനെ പിടിച്ചു. എന്നോട് കാര്യം എന്നാ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന പോലെ സംഭവം 8 മാസമായിട്ട് ഞാൻ അവിടെ പോയാൽ വരുമൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അവരില്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മോനെ വെച്ച്. അപ്പം പപ്പയും അമ്മയും പറഞ്ഞു അതാരാ എന്താ സംഭവം എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കാണിച്ചു ഫോണിനകത്ത് ഇങ്ങനെ. അന്നൊക്കെ ആ ഫുക്രി സിനിമയൊക്കെ ഇറങ്ങിയ സമയം, ഫുക്രി ജയേട്ടൻ്റെ കൂടെ ഉള്ള. അപ്പം എന്നോട് പറഞ്ഞു അവർ ഞാൻ വിളിച്ച് കൊടുത്ത് സംസാരിച്ചു. അപ്പം കിച്ചു പറയുന്നത് കേട്ടു സുചേട്ടനെ പേടിച്ചിട്ട് പോയി ബാത്റൂമിൽ ഒളിച്ചിരുന്നിട്ട് കിച്ചുവിനോട് മോനെടുത്താൽ പോകണം, എനിക്ക് പേടിയാണ്, അവർ തല്ലാനാണ്. അപ്പം കിച്ചു എടുത്തു. അപ്പം പപ്പായമ്മയും പറഞ്ഞു മോനെ ഇവള് കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളൊരു ദിവസം ഇങ്ങോട്ട് വാ ചങ്ങനാശ്ശേരിക്ക് കാണാനാന്ന് പറഞ്ഞു. പേടിച്ചാണ് വരുന്നത്. 2 പേരും കൂടെ ട്രെയിനിൽ കയറി പേടിച്ചാണ് വന്നത്. വന്നപ്പം വന്നവരെ കണ്ട് സംസാരിച്ചപ്പം എന്നെക്കാളും കൂടുതൽ ഇവർക്ക് അവരെ ഇഷ്ടപ്പെട്ട. അവർ 2 പേരെ എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ ചേച്ചിക്കാണെങ്കിലും ചേട്ടനാണേലും പപ്പായ്ക്കും അമ്മയ്ക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും. കാരണം അതുപോലെ ഒരു സ്വഭാവമാണ് സുചേട്ടൻ എല്ലാവരുടെ അടുത്തും പെരുമാറുന്നത്. ഇപ്പം ഷൂട്ട് കഴിഞ്ഞ് വന്ന പപ്പായ അമ്മ ഇരിക്കുകയാണെങ്കിൽ പപ്പ ദോശ ഉണ്ടാക്കി തരും. അടുക്കളയിലാണ് എപ്പോഴും, പാചകം ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുപോലെ ഇവരുമായിട്ട് ആ ഒരു ഇതായിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ ഇവിടെ മാറി നിന്നു. പിന്നെ കൊല്ലത്തെ വീട്ടുകാരറിഞ്ഞു, അറിയിച്ചു അവരെ. എന്നിട്ട് അവരെ അങ്ങോട്ട് വിളിപ്പിച്ചു. അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്ന പോലെയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് രജിസ്റ്റർ മാരേജ് ഇവിടെ തന്നെയാണ് ചെയ്തത്. സ്പെഷ്യൽ ആക്ട് പ്രകാരമുള്ള രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് ഇപ്പം 5 വർഷം കറക്റ്റ്. മെയ് 7-ാം തീയതിയാണ്. അപ്പം ഈ ലാസ്റ്റ് മെയ് 7-ന് ഞാൻ സുചേട്ടൻ ഷൂട്ടിന് പോയി, റിഹേഴ്സലിന് പോയി സ്റ്റാർ മാജിക്കിൽ. അപ്പം ഞാൻ വിളിച്ചിട്ട് സുചേട്ടനോട് ചോദിച്ചു സുചേട്ടാ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത തന്നെ. ആവട്ടെ ഇന്ന് മെയ് 7 ഇവിടെ അയ്യോ വെഡിങ്. എന്നിട്ട് നിന്ന് കരയുന്നു, എന്നിട്ട് ഫോണിൽ കൂടെ കരയുക. ഞാൻ ചോദിച്ചു എന്തിനാ കരയുന്നേട്ടാ, അടുത്ത വർഷം നമുക്ക് ആഘോഷിക്കാമല്ലോ. അപ്പം പറഞ്ഞു അടുത്ത വർഷം ആഘോഷിക്കാമല്ലേ ഓട്ടെ. ഞാൻ പറഞ്ഞു ആഘോഷിക്കാം കേട്ടോ, എന്നാൽ ശരി വെച്ച്. അപ്പം അതുപോലെ ആഘോഷിക്കാൻ പറ്റിയില്ല. ജൂൺ 5 ആയപ്പോൾ